ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരമാണ് ഇടിയപ്പം അഥവാ നൂലപ്പം. ഇടിയപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടേ? അരിപ്പൊടി, വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വെള്ളം കുറേശ്ശെ ഇതിലേക്ക് ഒഴിക്കുക. അങ്ങനെ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചാൽ മതി, അധികം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. ഇത് നമ്മൾ കൈ കൊണ്ട് കുഴക്കണം. കൈ കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുഴച്ചാൽ നൂലിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ പാകണം കേട്ടോ വരുന്നത്. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര കുഴച്ചാൽ മതി കേട്ടാ. അപ്പൊ ഇത് കുഴച്ച് ശരിയായിട്ടുണ്ട്. ഇത്ര കുഴച്ചാൽ മതി. നമുക്ക് അതുണ്ടാക്കണ അച്ചെടുത്തിട്ട് അത് ലേശം വെളിച്ചെണ്ണ വരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ പിടിക്കും. പിന്നെ ഇതിൻ്റെ അടിയിലും വരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലും പിടിച്ചിരിക്കും. വരട്ടി കൊടുക്കുക. പാത്രം വലിപ്പുണ്ടെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നീളത്തിലാക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്, ഈ പാത്രത്തിൽ ഇതിലും. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ എല്ലാവരും പെരട്ടുക. വെച്ച് ഇതിൽ കുറച്ച് വെള്ളം എടുക്കുക. അളവൊന്നുമില്ല ഇതിന്, കുറച്ച് വെള്ളം എടുത്താൽ മതി. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഫസ്റ്റ് തന്നെ ഇത് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കുക. അതെടി ആദ്യമൊക്കെ ഈ നൂലപ്പം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയോ? ഞങ്ങൾക്ക് നിന്റെ പ്രായത്തിലൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്നാ? ഞാനല്ല, എൻ്റെ അമ്മ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കില്ല. മുരിക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിന്റെ തടി ഉണ്ടല്ലോ, തടി എന്ന് പറഞ്ഞാൽ അരിയില്ലാത്ത സ്ഥലം ഇങ്ങനെ വരുന്നുണ്ട്. അതിന് നിറച്ച് കുഞ്ഞി മുള്ളു ഇങ്ങനെ ഉണ്ടാവും. അതാണ് മുരിക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഇലയിലാവും. ഇലയമ്മ മുള്ളുണ്ടാവില്ല, തടിയുമ്പോ മാത്രം മുള്ളുണ്ടാവും, മരത്തുമ്പോ മാത്രം. അപ്പൊ അതിന്റെ ഇല എടുത്തിട്ട് അതിന്റെ ഇലയിലേക്ക് ഇത് അച്ചുകൊണ്ട് ഇങ്ങനെ നൂലപ്പം ഇതാക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ അവിയിട്ടിട്ട് ഇട്ടാൽ നല്ല മണമായിരിക്കും. അതിൻ്റെ ആ ഇലയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അടിയിൽ നാളികേരവും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കിട്ടുന്നത്. ഇപ്പം ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ പാല് പിഴിഞ്ഞാലാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്. അതാണ് നമ്മൾ പാല് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. വെന്തിട്ടുണ്ട്. ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ചിക്കൻ നമ്മൾ നാളെ വാങ്ങുന്നത്. അപ്പം നമുക്ക് നാളെ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ചിക്കൻ കറി ഇടാം. ഇപ്പം തൽക്കാലം നമുക്ക് നാളെ അരമ്പാൽ കൂട്ടി കഴിക്കാം. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് കഴിക്കാം. കഴിക്കാം. രസമല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ, ബൈ.